എല്ലാവർക്കും നമസ്കാരം. നമ്മള് ലൂംസ് ക്രിക്കറ്റ് ലോഗ് ബുക്ക് എങ്ങനെ എഴുതണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിത് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മള് ലൂംസ് ക്രിക്കറ്റ് ലോഗ് ബുക്കിന്റെ നമ്മള് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതി കൊടുക്കണം. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്ക് എങ്ങനെ എഴുതണം എന്നറിയണ്ടാവില്ല. അതുപോലെ തന്നെ പലർക്കും അതിലത്തെ ഓരോ ഇതുകൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ എഴുതണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലൂംസ് ക്രിക്കറ്റ് ലോഗ് ബുക്ക്. അപ്പൊ അതില് നമ്മളുടെ ഫസ്റ്റ് പേജ് തന്നെ വരികയാണെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതായത് കുട്ടികളുടെ ലൂംസീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതാനുള്ളത്. അതിലെല്ലാം ഉണ്ട്. അവരുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കാണുന്ന പോലെ തന്നെ അതെല്ലാം ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ ഒരു ഫോട്ടോയും ഇതിൽ ഒട്ടിക്കേണ്ടതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ പേജിലേക്ക് വരാം. രണ്ടാമത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൂംസ് മന്ത്ലി അറ്റൻഡൻസ് ആണ്. അതായത് നമ്മൾ കുട്ടികൾ ഇവിടേക്ക് വന്ന് അറ്റൻഡ് ചെയ്യുന്ന ബാച്ച്, നമ്മുടെ ലൂംസിലേക്ക് വന്ന് അവരുടെ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പോ അല്ലെങ്കിൽ മാച്ചുകളോ കളിക്കുന്നതിന്റെ അറ്റൻഡൻസ് അവർ തന്നെ എഴുതേണ്ട ബുക്കാണ്. ഇതിൽ ഇയർ, മന്ത് എഴുതാനുള്ളതുണ്ട്. അതിൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024, മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം തീയതിയാണ്. അപ്പോൾ 9-ാം തീയതി ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് ക്യാമ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് സമയം മുതൽ ഏത് സമയം വരെയായിരുന്നു മാച്ച് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് ക്രിക്കറ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ പല മാച്ചുകളും ചിലപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലാവില്ല, വേറെ ഗ്രൗണ്ടുകളിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ എല്ലാം നമ്മൾ ചിലപ്പോൾ സ്റ്റേറ്റ് ക്യാമ്പോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ക്യാമ്പോ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് എന്താണെങ്കിലും നമ്മൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന അറ്റൻഡൻസ് കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ മാച്ചസ് ആൻഡ് സ്പെഷ്യൽ അറ്റൻഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാച്ചസ് കളിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ക്യാമ്പ്സോ അല്ലെങ്കിൽ KCAയുടെ മാച്ചുകളോ കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ടാണ് ആ മാസത്തെ ജൂലൈ മാസത്തിലത്തെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ പേജ് വരുന്നത്. അങ്ങനെ നമ്മൾ 12 മാസത്തെ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, പേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ 12 മാസം കവർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു കൊല്ലത്തേക്ക് പോകാനുള്ള ഒരു ബുക്കാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ടോട്ടൽ ഡേയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ മാസത്തിൽ എത്ര ദിവസം നമ്മൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു, എത്ര മാസം നമ്മൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തു, ആ കാര്യങ്ങൾ. അതുപോലെ ടോട്ടൽ അവേഴ്സ്, ആ മാസം എത്ര മണിക്കൂറുകൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നു. അതുപോലെ ടോട്ടൽ മാച്ചസ്, നമ്മൾ എത്ര മാച്ചസ് ആ മാസം കളിച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ 12 മാസത്തെ പേജുകളുണ്ട്. 12 മാസം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അപ്പൊ ഈ മാസം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അടുത്ത ജൂൺ വരെ എഴുതാനുള്ളതുണ്ട് ഈ ബുക്കിൽ. പിന്നെ വരുന്നത് നമ്മുടെ മാച്ച് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. മാച്ച് ഡീറ്റെയിൽസ് നമ്മൾ കളിക്കാൻ പോകുന്ന ഓരോ മാച്ചസിന്റെയും ഡീറ്റെയിൽസ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേജ് കൊടുത്തിട്ടുള്ളത്. ഒരു പേജിൽ തന്നെ നമുക്ക് 2 മാച്ചുകൾ കവർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ മാച്ച് ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ കളിക്കുന്ന മാച്ച്, അത് ഇവിടെ ലൂംസിൽ കളിക്കുന്ന മാച്ച് അല്ലെങ്കിൽ പുറത്ത് കളിക്കുന്ന മാച്ച്, നിങ്ങളുടെ സ്റ്റേറ്റ് മാച്ചോ ഡിസ്ട്രിക്ട് മാച്ചോ സോൺ മാച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിന് വേണ്ടി കളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിന് വേണ്ടി കളിക്കുന്നതോ, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാച്ച് കളിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് തന്നെ റെക്കോർഡായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കോച്ചസിനെ അസസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്, മാച്ച് ഡീറ്റെയിൽസ്. ആ മാച്ച് ഡീറ്റെയിൽസ് നമ്മൾ വരുമ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സ്ക്രാച്ച് മാച്ച് ആണെങ്കിൽ നമ്മുടെ റൺസും അല്ലെങ്കിൽ വിക്കറ്റും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, വിക്കറ്റ് നമ്മൾ ബോൾ ചെയ്യുമ്പോൾ വിക്കറ്റ് എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ മാച്ച് കളിക്കുമ്പോൾ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൺസ് എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ റൺസ് സ്കോർ കാർഡിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഫില്ല് ചെയ്യണം. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ സെന്റർ വിക്കറ്റ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നോർമൽ പ്രാക്ടീസിൽ ഉള്ള കാര്യങ്ങളാണ് നടക്കുള്ളൂ, നമ്മൾ മാച്ച് ഡീറ്റെയിൽസ് വരില്ല. ഓക്കെ, അപ്പൊ മാച്ച് ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾ ഏത് ദിവസമാണ് മാച്ച് കളിക്കുന്നത്, ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ വരുന്നത് വെന്യൂ, ഡേറ്റ് വരുന്നുണ്ട്, അപ്ഡേറ്റ് എഴുതുക. വെന്യൂ എന്ന് പറയുമ്പോൾ ലൂംസിലാണെങ്കിൽ ലൂംസ് എന്ന് എഴുതുക. ടൈപ്പ് ഓഫ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ ലൂംസിലത്തെ ടർഫ് വിക്കറ്റ് ആണ്. ഇനിയിപ്പോൾ മാറ്റിങ്ങിലാണെങ്കിൽ മാറ്റിംഗ് എന്ന് എഴുതുക, സിമെന്റ് ആണെങ്കിൽ സിമെന്റ് എഴുതുക. മാച്ച് നമ്പർ, ഇപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ബുക്കിൽ. അപ്പൊ നമ്മൾ മാച്ച് നമ്പർ 1 എന്ന് എഴുതുക. നിങ്ങളുടെ മാച്ചാണ് എഴുതേണ്ടത്, നിങ്ങളുടെ എത്രാമത്തെ മാച്ചാണെന്നുള്ള. മാച്ച് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ആണോ, 1 ഡേ ആണോ, മൾട്ടി ഡേ മാച്ച് ആണോ എന്നുള്ളതാണ് മാച്ച് ടൈപ്പിൽ നമ്മൾ എഴുതേണ്ടത്. ഓവേഴ്സ് ഇപ്പോൾ 1 ഡേ ആണെങ്കിലും ലിമിറ്റഡ് ഓവർ മാച്ച് ആണെങ്കിൽ ചിലപ്പോൾ 30 ഓവേഴ്സ് ആയിരിക്കും, 25 ഓവേഴ്സ് ആയിരിക്കും. T20 ആണെങ്കിൽ 20 ഓവേഴ്സ് ആയിരിക്കും. മൾട്ടി ഡേ ആണെങ്കിൽ എത്ര ഓവേഴ്സ് ആണെന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് മൾട്ടി ഡേ ആണെങ്കിൽ എത്ര ഡേയ്സ് ആണെന്നുള്ളത് എഴുതുക. ഓവേഴ്സ് മാറ്റിയിട്ട് ഡേയ്സ് എന്നാണ് എഴുതുക.
പിന്നെ വരുന്നത് മാച്ച്. എങ്ങനത്തെ മാച്ചാണ്? പ്രാക്ടീസ് മാച്ച് ആയിരുന്നോ, സ്ക്രാച്ച് മാച്ച് ആയിരുന്നോ, സ്കൂൾ മാച്ച് ആയിരുന്നോ, കോളേജ് മാച്ച് ആയിരുന്നോ, ഡി-സോൺ മാച്ച് ആയിരുന്നോ, സ്റ്റേറ്റ് മാച്ച് ആയിരുന്നോ, എന്ത് മാച്ചാണ്? അതായത് ടൂർണമെന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ PSNL ടൂർണമെന്റ് ആയിരുന്നോ, അത് മാച്ച് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ ടീം, നിങ്ങൾ കളിക്കുന്ന ടീമിന്റെ പേരും അഗെയിൻസ്റ്റ് ഉള്ള ടീമിന്റെ പേരാണ് വേഴ്സസിന്റെ അപ്പുറപ്പുറം നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ബാറ്റിംഗ് പെർഫോമൻസ് ആണ് വരുന്നത്. നമ്മൾ ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാനും ആയിരിക്കും, ചിലപ്പോൾ ബോളറും ആയിരിക്കും, പിന്നെ ഫീൽഡിംഗും ഉണ്ടായിരിക്കും, ചിലപ്പോൾ വിക്കറ്റ് കീപ്പറും ആയിരിക്കും. അപ്പൊ അതെല്ലാം കവർ ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. ബാറ്റിംഗ് പെർഫോമൻസ്, ബാറ്റിംഗ് പൊസിഷൻ, നിങ്ങൾ ഏത് പൊസിഷനിലാണ് ആ മാച്ചിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് എഴുതാൻ. നിങ്ങൾ 1 ഡൗൺ ആണ്, ഓപ്പണർ ആണ്, ഓപ്പണർ ഫസ്റ്റ് ഡൗൺ ആണ്, ഫസ്റ്റ് ഡൗൺ, ഏത് പൊസിഷനാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതുക. ഓവർ നമ്പർ 1 സ്റ്റാർട്ടഡ് ബാറ്റിംഗ്. ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രാമത്തെ ഓവറിലാണ് നിങ്ങളുടെ ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുതാം. അതുപോലെ തന്നെ ഓവർ നമ്പർ 1 ഗോട്ട് ഔട്ട്. നിങ്ങൾ ഏത് ഓവറിലാണ് നിങ്ങൾ ഔട്ട് ആയതെന്നുള്ളത് എഴുതാം. അപ്പൊ നിങ്ങൾ ഒരു 20-20 മാച്ചാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. നിങ്ങൾ 4ാമത്തെ ഓവറിൽ ഇറങ്ങുന്നതെങ്കിൽ 4ാമത്തെ ഓവർ എഴുതുക. 4.3 ആണെങ്കിൽ 4.3, 4.2 ആണെങ്കിൽ 4.2. സോറി, 5ാമത്തെ ഓവറാണത്. 4ാമത്തെ ഓവർ എന്ന് പറഞ്ഞാൽ 3.2 ആണെങ്കിൽ 3.2, 3.3 ആണെങ്കിൽ 3.3 എഴുതുക. ഏത് ഓവറിലാണ് ഔട്ട് ആവുന്നത് അതുപോലെ തന്നെ എഴുതുക. അതുപോലെ തന്നെ എത്ര ടൈം നിങ്ങൾ ബാറ്റ് ചെയ്തു എന്നുള്ളത് എഴുതുക. നിങ്ങൾക്ക് ചിലപ്പോൾ പല മാച്ചുകളും സ്കോർ കാർഡിൽ കാണാൻ എത്ര ടൈം വരും. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ മാച്ച് കളിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. എത്ര ടൈമാണ് ഞാൻ കളിച്ചത്, എത്ര ടൈം ഞാൻ ബാറ്റ് എന്ന് പറയുന്നത് എത്ര ടൈം ഞാൻ ക്രീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ എത്ര നമ്പർ ഓഫ് ബോൾസ് ഫേസ് ചെയ്തു, നിങ്ങൾക്കറിയാം എത്ര നമ്പർ ഓഫ് ബോൾസ് ഫേസ് ചെയ്തു അത് എഴുതുക. കറക്റ്റ് നമ്പർ എഴുതുക. എത്ര റൺസ് സ്കോർ ചെയ്തു അത് എഴുതുക. അതിൽ എത്ര സിക്സസ്, എത്ര ഫോഴ്സ്, 3s ഉണ്ടെങ്കിൽ 3s, 2s ഉണ്ടെങ്കിൽ 2s, സിംഗിൾസ്, ഡോട്ട്സ് എത്ര ഉണ്ടാവും, ഡോട്ട്സ് അതും. ഓക്കെ, ഇനി നമ്മൾ ബാറ്റിംഗിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്ന ബോളിംഗ് പെർഫോമൻസ് ആണ്. ബോളിംഗ് പെർഫോമൻസ് നമ്മൾ നോർമലി എഴുതുന്ന പോലെ തന്നെ എത്ര ഓവേഴ്സ് എറിഞ്ഞു, മെയ്ഡൻ എത്രയാണ്, റൺസ് എത്രയാണ്, വിക്കറ്റ്സ് എത്രയാണെന്നുള്ളതാണ്. അതിൽ നമ്മളൊരു എക്സ്ട്രാ കാര്യം ആഡ് ചെയ്യേണ്ടത് ഓവർ നമ്പേഴ്സ് വെൻ ബൗൾഡ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മാച്ചിലത്തെ ഏത് ഓവറാണ്, ഏത് നമ്പർ ഓവറാണ് ബോൾ ചെയ്തെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു 20-20 മാച്ചാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ 4ാമത്തെ ഓവറാണ് എഴുതുന്നതെങ്കിൽ 4ാമത്തെ ഓവറാണ്. നമ്മുടെ ഫസ്റ്റ് ഓവർ എറിയുന്നത് 4ാമത്തെ ഓവറാണ്. ആ മാച്ചിലത്തെ 4ാമത്തെ ഓവറാണ് 4 എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ ഓവർ എറിയുന്നത് ആ മാച്ചിലത്തെ 8ാമത്തെ 9ാമത്തെ ഓവറാണെങ്കിൽ 9 എഴുതണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓവർ നമ്പേഴ്സ് വെൻ ബോൾഡ് എന്ന് പറയുന്നത്. മാച്ചിലത്തെ ഓവർ നമ്പർ എത്രയായിരുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. പിന്നെ നമ്മൾ ഇറങ്ങിയ എത്ര ടോട്ടൽ ഓവേഴ്സ് എത്രയാണ്. ഇത് ശരിക്കും 1 ഡേയും 20-20 ഉദ്ദേശിച്ചതാണ്. മൾട്ടി ഡേയിൽ നമുക്ക് കഴിയുന്നത് ചിലപ്പോൾ 25-30 ഓവർ എറിയുമായിരിക്കും. അപ്പൊ അന്ന് നോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ 1 ഡേയിലും 20-20ലും എത്രാമത്തെ ഓവറായിരുന്നു നമ്മൾ ഇറങ്ങിയിരുന്നത്, ആ മാച്ചിൽ എത്രാമത്തെ ഓവറായിരുന്നു ഇറങ്ങിയത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര ഡോട്ട്സ്, സിംഗിൾസ് എത്രയാണ്, 2s എത്രയാണ് കൊടുത്തത്, 3s, 4s അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. എത്ര വിക്കറ്റ്സ് നമ്മളെടുത്തു, എത്ര നോവൽസ് വരും. ഇനി നമുക്കുള്ളത് വിക്കറ്റ് കീപ്പിംഗ്, ഫീൽഡിംഗ് പെർഫോമൻസ് ആണ് വരുന്നത്. വിക്കറ്റ് കീപ്പിംഗ്, ഫീൽഡിംഗ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഫീൽഡർ ആയിരിക്കാം. ആള് എത്ര ഡിസ്മിസൽസ് ആസ് എ കീപ്പറായിട്ട് എത്ര ഡിസ്മിസൽസ് നടത്തി എന്നുള്ളത്, നിങ്ങൾ കീപ്പർ ആണെങ്കിൽ എത്ര ഡിസ്മിസൽസ് ക്യാച്ചായിട്ടും സ്റ്റംപിംഗ് ആയിട്ടും എത്ര നടത്തി എന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ നോർമൽ ഫീൽഡർ ആണെങ്കിൽ എത്ര ക്യാച്ചസ് എടുത്തു, റൺഔട്ട്സ് എത്ര ഉണ്ടായിരുന്നു, സ്റ്റംപിങ്സ് അതിൽ ഓൾറെഡി എഴുതുന്നുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിസ്മിസൽ ആസ് എ കീപ്പർ നമ്മൾ ടോട്ടൽ എഴുതും. അതിൽ ക്യാച്ചസ് എത്ര ഉണ്ടായിരുന്നു, റൺഔട്ട്സ് എത്ര ഉണ്ടായിരുന്നു, സ്റ്റംപിങ്സ് എത്ര. അതുപോലെ തന്നെ ഡിസ്മിസൽസ് ആസ് എ ഫീൽഡറായിട്ട് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ ക്യാച്ചസ് എത്ര ഉണ്ടായിരുന്നു, റൺഔട്ട് എത്രയായിരുന്നു, അതുപോലെ തന്നെ മിസ് ഫീൽഡ് നമുക്ക് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ ഓരോ മാച്ചിങ് കളിക്കുമ്പോൾ നമുക്ക് സ്വയം അറിയണം നമ്മൾ എത്ര മിസ് ഫീൽഡ് നടത്തി എന്നുള്ളത്. അതും നമ്പർ എഴുതണം. അതുപോലെ തന്നെ സേവിങ് റൺസ് ആൻഡ് ബൗണ്ടറീസ്, നമ്മൾ എത്ര ബൗണ്ടറീസോ അല്ലെങ്കിൽ എത്ര റൺസോ സേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അത് നമ്മൾ മാച്ച് കഴിയുമ്പോൾ എഴുതണം. അതുപോലെ തന്നെ അത് ഇൻഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വിത്തിൻ 30 yard സർക്കിൾ ആണ്. അതുപോലെ തന്നെ ഔട്ട്ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്താണ്, ബൗണ്ടറിയിൽ വെച്ചിട്ട് എത്ര റൺസ് സേവ് ചെയ്തു. അതുപോലെ തന്നെ വിത്തിൻ 30 yard സർക്കിൾ നിങ്ങൾ എത്ര റൺസ് കാണും. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ അതിന് മാക്സിമം ട്രൈ ചെയ്യണം. നമ്മളെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ മാച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാവണം. അത് എഴുതുക. നിങ്ങൾ ഓരോ ഡ്രിങ്ക്സ് ബ്രേക്കിലോ അങ്ങനെ കാര്യങ്ങളും നിങ്ങൾ കയറി പോകുന്നുണ്ടെങ്കിൽ, പവലിയനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം നിങ്ങളുടെ കയ്യിൽ. എന്നിട്ട് വേണം നമുക്ക് ഇതിനൊരു അസസ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം നടത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഇതാണ് നമ്മളുടെ ടോട്ടൽ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് റിഫ്ലക്ഷൻ ഓൺ ദി മാച്ച് ആണ്. ഈ മാച്ച് കൊണ്ട് നമ്മുടെ ആ ഒരു ക്രിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് ലൈഫിൽ എന്തൊക്കെ ഉണ്ടായി, ആ ഒരു മാച്ച് കൊണ്ട് നമുക്ക് ഉണ്ടായ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, ആ മാച്ചിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ്സ്, മാച്ച് കൊണ്ടുണ്ടായിട്ടുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ പോസിറ്റീവ്സ് എഴുതുന്നത്. അതുപോലെ തന്നെ ആ മാച്ചിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡാണെങ്കിലും നമ്മളുടെ
ടു ബി ഇംപ്രൂവ്ഡ്. അതായത് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾക്ക് മിസ്ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കില്ല, ബാക്കി കാര്യങ്ങളിലായിരിക്കും ഡിസ്റ്റർബ്ഡ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ മാച്ചിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ആ മാച്ചിൽ നമ്മൾ കാരണം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ്, അതുപോലെ റിമാർക്സ് നിങ്ങൾക്ക് ആ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാണ്ടോ അത് എഴുതാം. ഇതാണ് നമ്മുടെ മാച്ച് ഡീറ്റെയിൽസ് ചെയ്താൽ ഒരു പേജിൽ 2 അങ്ങനെ 40 പേജാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 80 മാച്ചസോളം നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ 80 മാച്ചസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പേജസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 80 മാച്ചസ് ആണ് ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നമ്മുടെ നോർമൽ ഇതിലേക്ക് വരും. മാച്ച് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നത് നമ്മുടെ ലോഗ് ബുക്ക്, അതായത് നമ്മൾ ഡേ ടു ഡേ അഫയേഴ്സ്, നമ്മൾ കോച്ചിങ്, അതുപോലെ തന്നെ പ്രാക്ടീസ്, സ്കിൽസ്, ഫിറ്റ്നസ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കോച്ചിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന ഡേറ്റ്, ഏത് ദിവസമായിരുന്നു, ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ, ഫ്രൈഡേ ആണോ, സാറ്റർഡേ ആണോ എന്നുള്ളത്, ടൈം, ഏത് ടൈമിലാണ് നിങ്ങൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക ആ ടൈമാണ് എഴുതേണ്ടത്. അതുപോലെ ബാച്ച്, ഏത് ബാച്ചായിരുന്നു നമ്മളെ അക്കാഡമിത്തെ, ഏത് ബാച്ച്, വീക്കെൻഡ് ബാച്ച് ആയിരുന്നു, വീക്കെൻഡ് ബാച്ച് മോർണിംഗ് ആയിരുന്നു, വീക്കെൻഡ് ബാച്ച് നൂൺ ആയിരുന്നു, അത് ഈവനിങ് ബാച്ച് ആയിരുന്നു, അത് ഡെയിലി സ്പെഷ്യൽ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ എഴുതേണ്ടത്. പിന്നെ കോച്ച് എന്ന് പറയുമ്പോൾ ആ കോച്ചസ് ഒക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ, നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കോച്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന ആ കോച്ചിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കോച്ച് എന്ന് പറയുന്ന പൊസിഷനിൽ എഴുതാനുള്ളത്, അവരുടെ പേരുകളാണ് എഴുതാനുള്ളത്. പിന്നെ വാമപ്പിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ മാച്ച് കളിക്കായിരുന്നു, വാമപ്പ് ഗെയിം കളിക്കായിരുന്നു. അത് വാമപ്പ് നോർമൽ ചെറിയ ഫിറ്റ്നസ് കൊണ്ട് വാമപ്പ് ആയിരുന്നു, അത് ജസ്റ്റ് സ്ട്രെച്ചിങ്, അത് നമ്മൾ ഒരു 2 റൗണ്ട് ഓടിയിട്ടാണ് വാമപ്പായത്. വാമപ്പ് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് എഴുതുന്നത്. അതുപോലെ ഫിറ്റ്നസ് വർക്കൗട്ട്, നോർമലി നമ്മുടെ ക്യാമ്പിൽ ഫിറ്റ്നസ് വർക്കൗട്ട് ഉണ്ട്, അത് എന്തൊക്കെ ഫിറ്റ്നസ് വർക്കൗട്ടാണ് നമ്മൾ അന്ന് ചെയ്തത് നമുക്ക് മനസ്സിലായി, നമ്മൾ ചെയ്തു, പക്ഷെ നമുക്ക് എന്ത് ഫിറ്റ്നസ് വർക്കൗട്ടാണ് ചെയ്തത് നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോച്ചസിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെ ഫിറ്റ്നസ് വർക്കൗട്ടാണ് ചെയ്തത്, അതിനൊരു പേരുണ്ടായിരിക്കും, ആ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക, അതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നൊന്നും കൂടി എഴുതണം. അതുപോലെ തന്നെ സ്കിൽസ് ആൻഡ് ഡ്രിൽസ്, നിങ്ങൾക്ക് ആ ഡ്രിൽസും സ്കിൽസും നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ബോളിങ്ങിന്റെ സ്കിൽസ് ആയിരിക്കാം, ബാറ്റിങ്ങിന്റെ സ്കിൽസ് ആയിരിക്കാം, ബാറ്റിങ്ങിന്റെ ഡ്രിൽസ് ആയിരിക്കാം, ബോളിങ്ങിന്റെ ഡ്രിൽസ് ആയിരിക്കാം. അതെന്താണ് ആ ദിവസം ചെയ്തത് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇപ്പൊ 100 തവണ നിങ്ങൾ ബോളിങ് ആം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഏതെങ്കിലും സ്കില്ല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 തവണ ഇറങ്ങും, അല്ലെങ്കിൽ 100 തവണ ബാറ്റ് ചെയ്തു, 100 തവണ ഷാഡോ പ്രാക്ടീസ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത്രയും വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അതിൽ എഴുതണം. പിന്നെ വരുന്നത് നമ്പർ ഓഫ് ബോൾ, പിന്നെ വരുന്നത് നമ്മുടെ നെറ്റ്സ് പെർഫോമൻസ് ആണ്. നമ്മൾ നെറ്റ്സ് ചെയ്യും ക്യാമ്പിന്റെ ടൈമിൽ, ആ നെറ്റ്സിൽ നിങ്ങൾ ബാറ്റ് ചെയ്യുമ്പോൾ എത്ര ബോൾസ് ഫേസ് ചെയ്തു, അതുപോലെ തന്നെ എത്ര കറക്റ്റ് സ്ട്രോക്സ് അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എത്ര ബോൾസ് നിങ്ങൾ ബീറ്റണായി, നിങ്ങൾ കളിക്കാൻ നോക്കി പക്ഷെ ബീറ്റണായി, നിങ്ങൾക്ക് ബാറ്റിൽ കൊണ്ടില്ല, എത്ര ബോള് നിങ്ങളെ ബാറ്റിൽ എഡ്ജ് എടുത്ത് പോയി എന്നുള്ളത് നോക്കുക. കറക്റ്റ് സ്ട്രോക്ക് അല്ല, ബാറ്റിൽ എഡ്ജ് എടുത്ത് പോവുക, ബോൾ ബീറ്റൺ ആവുക, അത് കൃത്യമായിട്ട് എഴുതണം. അത് നിങ്ങൾ ഇപ്പോഴൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ക്യാമ്പിലൊക്കെ വളരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇനി മുതൽ നിങ്ങൾ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെറിയൊരു നോട്ട് പാഡിൽ എഴുതി നിങ്ങൾ ഈ ബുക്കിലേക്ക്, ലോഗ് ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. പിന്നെ നമ്മുടെ ബോളിങ്, നെക്സ്റ്റ് നിങ്ങൾ ബോൾ ചെയ്യും, അതിൽ നമ്പർ ഓഫ് ബോൾസ് എത്ര ബോൾ ചെയ്തു, അതുപോലെ തന്നെ അതിൽ സ്പോട്ട്, ഏതൊക്കെ സ്പോട്ടിൽ കുത്തി എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങളുടെ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പിന്നീട് അതൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളൊരു നോട്ട് പാഡ് വെച്ചിട്ട് അത് എഴുതണം. എത്ര ഫുൾ ടോസ് ബോളുകൾ എറിഞ്ഞു, എത്ര ഗുഡ് ലെങ്ത് ബോളുകൾ എറിഞ്ഞു, എത്ര ഷോർട്ട് പിച്ച് ഡെലിവറികൾ നിങ്ങൾ എറിഞ്ഞു നിങ്ങളുടെ ബോൾ ചെയ്തപ്പോൾ, അത് നിങ്ങൾ കൃത്യമായിട്ട് മാറിക്കണം. അതുപോലെ തന്നെ ലൈൻ ഉണ്ട്, നിങ്ങൾ ഓഫ് സൈഡ് ലൈനിലൂടെ എത്ര ബോളുകൾ എറിഞ്ഞു, അതുപോലെ തന്നെ ഓൺ സൈഡ് ലൈനിലൂടെ എത്ര ബോളുകൾ എറിഞ്ഞു. അതുപോലെ എക്സ്ട്രാസ്, നോ ബോൾ, ചിലപ്പോൾ അവിടെ നോർമലി കോച്ചസ് പറയുന്നുണ്ടാവും നോ ബോളാണ് എറിയുന്നത്, നോ ബോൾ. അപ്പൊ എത്ര നോ ബോളുകൾ നിങ്ങൾ എറിഞ്ഞു, അതിലും കൂടുതൽ വൈഡ്, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ബോൾ വൈഡ് ആയിരുന്നു, വൈഡ് അല്ലായിരുന്നു. അപ്പൊ എത്ര വൈഡുകൾ എറിഞ്ഞു എന്നുള്ളതും കൂടി നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യണം. അതുപോലെ വാം ഡൗൺ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാം ഡൗൺ? ചിലവർ ഇവിടെ വാം ഡൗൺ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പിന്നെ വാം ഡൗണിന് പല രീതികളുണ്ട്, അതായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് എഴുതണം. അതുപോലെ ഫുഡ് ആൻഡ് വാട്ടർ റിഫ്രഷ്മെന്റ് ഡ്യൂറിംഗ് സെഷനിലാണ് നമ്മളിത് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ആ ദിവസം എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. അതുപോലെ തന്നെ കറക്ഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്, ചിലപ്പോൾ പല കോച്ചസും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കറക്ഷൻസ് ബേസിക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസും ഒബ്സർവേഷൻസും പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് കോച്ചസിന്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ബുക്കിൽ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം.
അതുപോലെ തന്നെ ലൂങ്സീസ് ഒപ്പീനിയൻ, നിങ്ങൾക്ക് ആ ക്യാമ്പിൽ, ആ ദിവസത്തെ ക്യാമ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങളുടെ അഭിപ്രായം, കോച്ചസിനെ കുറിച്ചിട്ടാണെങ്കിലും ആ ക്യാമ്പിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ആ ഡ്രിൽസിനെ കുറിച്ചിട്ടാണെങ്കിലും സ്കിൽസ് നിങ്ങളെ പഠിപ്പിച്ചാൽ നെറ്റ്സിനെ കുറിച്ച് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അഭിപ്രായം തോന്നുന്നത് അത് 1-2 വേർഡിങ്സിൽ പോയിന്റ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിമാർക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ അതിൽ എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ലൂങ്സ് ക്രിക്കറ്റ് ലോഗ് ബുക്കിൽ നിങ്ങൾക്ക് ഉള്ളത്. അതിലൊരു കാര്യം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് പറയാം, നിങ്ങൾക്ക് ലാസ്റ്റ് 2-3 പേജുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പേജുകളുണ്ട്, ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഉണ്ട്. അതിൽ ഒരു പേജിൽ നിർബന്ധമായിട്ട് ഇപ്പൊ തന്നെ പറയണം, നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അതിൽ ഫീൽഡിംഗ് പൊസിഷൻസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ വരച്ച് അതിൽ മാർക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫീൽഡിംഗ് പൊസിഷൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ നോക്കിയിട്ട് വരയ്ക്കേണ്ടതാണ്. ഇത്രയുമാണ് നമുക്ക് ലൂങ്സ് ക്രിക്കറ്റ് ലോഗ് ബുക്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ലൂങ്സ് ക്രിക്കറ്റ് ലോഗ് ബുക്ക് നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ എഴുതുക. നിങ്ങളുടെ ബയോഡാറ്റയാണ്, നിങ്ങൾ ക്രിക്കറ്റിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഡാറ്റയാണത്. ആ ഡാറ്റ കൃത്യമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. താങ്ക് യു.